ഹായ് എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ചക്കക്കുരു മുട്ടയും ചേർത്ത് എങ്ങനെ തോരൻ വെക്കാം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പിടി ചക്കക്കുരു നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും ഒരു വലിയ സവോളയും പച്ചമുളകും 6 വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയതുമാണ്. അതിലേക്ക് ഒരു പിടി തേങ്ങ, 3 മുട്ട, ഇത്രയുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചീനച്ചട്ടി അങ്ങനെ പൊതുവെ യൂസ് ചെയ്യില്ല, കാരണം അടിയിൽ പിടിക്കും എന്നുള്ളത്. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാണ് അടിയിലൊന്നും പിടിക്കാതെ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഒന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് ഈ എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഈ ചാനലിനെ പറ്റി അറിയില്ല എന്ന് എനിക്കറിയാം. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്, മീൻസ് ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് കുക്കിംഗ് വീഡിയോയും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുമോളുടെ വീഡിയോയും എൻ്റെ വലിയ കുട്ടികളുടെ വീഡിയോസൊക്കെയാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും പോരായ്മ എൻ്റെ കുക്കിങ്ങിലുണ്ടെങ്കിൽ അത് പറയണം. മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. പൊട്ടി വന്ന കടുകിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. ജസ്റ്റ് ഒന്ന് എണ്ണ പിടിച്ചൊന്ന് ചൂടായൊന്ന് വഴന്ന ആ സമയത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഉപ്പിന്റെ കണക്കൊരിക്കലും പറയില്ല. ഇപ്പൊ ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു അളവിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ അളവിനനുസരിച്ച് എത്ര പേര്, ആളുടെ എണ്ണം, അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ്, ഇതൊക്കെ വ്യത്യാസം ആയിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോന്നും എടുക്കാൻ. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി, അതേപോലെ ചക്കക്കുരു എല്ലാം തന്നെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കണം പച്ചമുളക് കൂടെ ചേർത്തു. വീട്ടിൽ പൊതുവെ അങ്ങനെ എരിവ് അധികം കഴിക്കുന്നവരല്ല എൻ്റെ കുട്ടികൾ. അപ്പം ഞാൻ അധികം പച്ചമുളക് ചേർത്തിട്ടില്ല. ഒരു ചെറിയ 2 പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ചക്കക്കുരു അരിഞ്ഞ് കഴുകി വെള്ളം തുറന്ന് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ആ ഇളക്കി കൊടുത്ത ചക്കക്കുരുവിലോട്ട് മഞ്ഞൾപ്പൊടി അതും ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി വരുന്ന സമയം, ആ സമയം ഞാൻ ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ചിരകി വെച്ചിരുന്ന തേങ്ങ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമിയെടുത്തു. പല രീതിയിൽ നമുക്ക് ചക്കക്കുരു ഉണ്ടാക്കാൻ പറ്റും. തേങ്ങയൊക്കെ കല്ലിൽ ഒതുക്കിയെടുത്ത് അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇത് പച്ചമുളക് കൂടെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതെ തേങ്ങ എടുത്ത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി, നല്ലതായിട്ട് ഞെരടിയിട്ട് അത് ഞാൻ ഈ ചക്കക്കുരുവിലൂടെ ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ലേശം വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്കതൊന്ന് വേകണം. അത് വേകാനുള്ള വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ചെറിയ തീയിലിട്ട് ആണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ തേങ്ങയിട്ട് ഇളക്കി അതിലേക്ക് വെള്ളം കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തീയിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്.
അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ലേശം ഉപ്പും കൂടി ചേർത്ത്, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 15 മിനിറ്റ് എടുക്കില്ല, ഒരു 10 മിനിറ്റ് നല്ല ആവി ചെല്ലുമ്പം തന്നെ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് അത് കേട്ടിട്ടുണ്ട്. വെന്തുണ്ടാവില്ല, ഒരു മുക്കാലോളം വേവായിട്ടുണ്ടാവും. നോക്കിയാൽ കാണാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് നല്ലതുപോലെ നല്ലതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിക്കരുത്, ഇങ്ങനെ ഇളക്കി 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 ഒന്ന് പൊടിച്ചെടുക്കൊന്നും ചെയ്യരുത്, ഇളക്കി കാണാൻ കഴിയും. അപ്പം ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 3 മുട്ട അതും കൂടി ചേർക്കാം. അപ്പം അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. മുട്ട വേകാനുള്ള ടൈം മതി. ആ മുട്ടയുടെ കൂടെ ബാക്കിയുള്ള വേവും കൂടി ചേർന്ന് ചഹുകൂര നല്ലതുപോലെ വെന്ത് നല്ല പുട്ട് പോലെ അല്ലെങ്കിൽ നല്ല ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്ക് നല്ല തോരൻ നല്ലതുപോലെ കിട്ടും. നമുക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൽ കരിവേപ്പില ചേർക്കാം, പക്ഷെ ഞാൻ നൈറ്റാണ് ഇത് ചെയ്യുന്നത്, അപ്പൊ കരിവേപ്പില ഇട്ടിട്ടില്ല. അതുകൂടെ ചേർത്ത് പ്രത്യേക മണവും രുചിയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഈ പാചകം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് പറയണം. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടി അവരുടെയൊക്കെ വീഡിയോ ഒന്ന് കാണണം. എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മുന്നോട്ട് വരാൻ ഒന്ന് സഹായിക്കണം. അതെൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പം വീണ്ടും ഞാൻ എനിക്കറിയുന്ന പാചകങ്ങളുമായി അതിൻ്റെയൊക്കെ റെസിപ്പിയുമായി ഞാൻ വീണ്ടും ദീദി തജ്മൽ എന്ന എൻ്റെ ഈ ചാനലിൽ എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ബിഗിനേഴ്സാണ്. അപ്പൊ എന്നെ നിങ്ങൾ തള്ളിക്കളയില്ലെന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടി ഞാൻ എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും നല്ല നല്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇനിയും എനിക്ക് അറിയുന്ന തരത്തിലുള്ള എല്ലാവിധ ഭക്ഷണങ്ങളുടെ റെസിപ്പിയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ.